അങ്ങനെ UDF സർക്കാർ അവരുടെ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ഇനം നടപ്പാക്കാൻ തുടങ്ങി. അതെന്താണെന്ന് വെച്ചാൽ പ്രിയദർശിനി ബസ് എന്ന് പേരിട്ട നമ്മുടെ KSRTCയുടെ വനിതകൾക്കുള്ള സൗജന്യ യാത്രാ പരിപാടി ആരംഭിച്ചു. ആ ബസ്സിൽ തൽക്കാലം ഓർഡിനറി ബസ്സിൽ മാത്രമേ ഉള്ളൂ. അത് ഫാസ്റ്റ് പാസഞ്ചറിലേക്കും ഡീലക്സിലേക്കും സൂപ്പർ ഫാസ്റ്റിലേക്കും ടെറാപ്ലെയിനിലേക്കുമൊക്കെ പിന്നീട് വ്യാപിപ്പിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ബസ്സിൽ കയറുന്ന സ്ത്രീകൾക്ക് അവരുടെ പ്രായവ്യത്യാസം പരിഗണിക്കാതെ അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗികമായ സ്ഥാനമാനങ്ങൾ വകവയ്ക്കാതെ അവരുടെ വരുമാനം കണക്കിലെടുക്കാതെ എല്ലാവർക്കും സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല, ഈ സൗജന്യം ട്രാൻസ്ജെൻഡർമാർക്കും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ പുരുഷന്മാരൊഴിച്ച് ബാക്കി എല്ലാവർക്കും KSRTC ബസ്സിൽ കയറിയാൽ ടിക്കറ്റ് എടുക്കാതെ പോകാം. ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തു നിന്ന് ബസ്സിൽ കയറുന്നു എന്ന് വിചാരിക്കാം. ഭർത്താവ് ടിക്കറ്റ് എടുക്കണം, ഭാര്യയ്ക്ക് ടിക്കറ്റ് വേണ്ട. ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നടപ്പാക്കുന്നത് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. ഇതോടെ KSRTC പൂട്ടും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. നമ്മുടെ മുൻ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു അത് തന്നെയാണ്. പക്ഷേ സർക്കാർ പറയുന്നത് അങ്ങനെയല്ല. ഇതുകൊണ്ട് KSRTCക്ക് പ്രത്യേകിച്ച് ബാധ്യതയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ യാത്രക്കൂലി അത് ബഹുമാനപ്പെട്ട കേരള സർക്കാർ മാസാമാസം അല്ലെങ്കിൽ വർഷാവർഷം KSRTCയിലേക്ക് കൊടുക്കും. KSRTCക്ക് നഷ്ടമൊന്നും സംഭവിക്കുകയില്ല. പകരം സർക്കാരിൻ്റെ ചിലവ് അല്പം ഒന്ന് വർദ്ധിക്കും, അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരിക്കും. ബസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എന്നാണ് സതീശൻ പറയുന്നത്. CP ജോണും പറയുന്നത് അങ്ങനെയാണ്. ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നടന്നു പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, വനിതകളെ സംബന്ധിച്ചിടത്തോളം, ദുർബല വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആശ്വാസമായിരിക്കും. ടിക്കറ്റ് എടുക്കാതെയുള്ള യാത്ര, അത്രയും പൈസ അവർക്ക് വീട്ടിൽ സേവ് ചെയ്യാൻ കഴിയും. അത്രയും പൈസ കൂടി അവർക്ക് വീട്ടിലേക്ക് അരിയും പലവ്യഞ്ജനവും പച്ചക്കറിയും മീനും വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഓരോ കുടുംബത്തിലും എത്തുന്ന പൈസയുടെ അളവ് ഗണ്യമായിട്ട് വർദ്ധിക്കും. കുടുംബ ചെലവ് കുറയും, അഥവാ വരുമാനം വർദ്ധിക്കും. KSRTCക്ക് ചെറിയ നഷ്ടം സംഭവിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വരുമാനത്തിൽ ചെറിയ ഇടിവുണ്ടായാലും തകരാറില്ല. കാരണം സർക്കാർ അത് മേക്കപ്പ് ചെയ്യും. നേരെ മറിച്ച് ലക്ഷോപലക്ഷം കുടുംബങ്ങളിൽ ഇത് വലിയൊരു ആശ്വാസമായിട്ട് മാറും എന്നാണ്. എന്നാൽ പിന്നെ പുരുഷന്മാർക്ക് കൂടി ചെയ്തുകൂടെ എന്ന് ചോദിക്കാവുന്നതാണ്. പക്ഷേ പുരുഷന്മാർക്ക് സൗകര്യം കൊടുത്താൽ, സൗജന്യം കൊടുത്താൽ ബിവറേജ് കോർപ്പറേഷനിൽ കച്ചവടം വർദ്ധിക്കും എന്നല്ലാതെ കുടുംബത്തെ എത്തുകയില്ല എന്നാണ് സതീശനും സംഘവും പറയാതെ പറയുന്നു. അവരങ്ങനെ വെട്ടി തുറന്ന് പറഞ്ഞില്ല, പക്ഷേ അവർ ഊഹിക്കുന്നു, അവർ നമ്മൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നതും അങ്ങനെയാണ്. ഏതായാലും ഈ പരീക്ഷ എത്ര നാൾ നടക്കും എന്ന് പറയാൻ നമുക്ക് പറ്റുകയില്ല. ഒരു പക്ഷേ ഇതുകൂടി KSRTC പൂട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഖജനാവ് മൊത്തം പൊളിഞ്ഞ് പാളീസാവാനും സാധ്യതയുണ്ട്. ഖജനാവ് ഇപ്പോൾ തന്നെ വളരെ കഷ്ടാവസ്ഥയിലാണ്. വൈറ്റ് പേപ്പർ ഇറക്കിയിട്ടിരിക്കണം നമ്മൾ. അപ്പോഴാണ് KSRTCക്കാർക്ക് സൗജന്യം കൊടുക്കും. ആശാ വർക്കർമാർക്ക് മാസം 3000 രൂപ കൂട്ടിയ പോലെയല്ല. ഇത് വലിയ ബാധ്യത ഉണ്ടാക്കി വെക്കാവുന്ന ഒരു കലാപരിപാടിയാണ് എന്ന് പറയുമ്പോഴും ഇടതുപക്ഷക്കാർക്ക് ഇതിനെ ഒരു തരത്തിലും അംഗീകരിക്കാനോ ഇതുമായിട്ട് പൊരുത്തപ്പെടാനോ കഴിയുന്നില്ല. ഈ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സകല CPMകാരും CPIക്കാരും വിട്ടുനിന്നു എന്നാണ് പത്രത്തിൽ കണ്ട വാർത്ത. പ്രതിപക്ഷ MLAമാർ ആരും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല. BJP നേതാവ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കൂടിയാണ്. പുള്ളി തന്നെ സ്വാഗതം ചെയ്തു. പുള്ളി അതിൻ്റെ അകത്ത് ഒരു റൈഡർ വെച്ചതെന്ന് വെച്ചാൽ കാശുള്ള സ്ത്രീകൾ, കയ്യിൽ പൈസയുള്ള സ്ത്രീകൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അല്ലാത്തവർ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യട്ടെ, അതിനിപ്പോൾ തെറ്റ് പറയാൻ പറ്റില്ല. ജനോപകാരപ്രദമായ പുരോഗമനോന്മുഖമായൊരു പരിപാടിയാണെന്നാണ് സുരേഷ് ഗോപി പോലും പറയുന്നത്. പക്ഷേ സഖാക്കൾ അതിന് സന്നദ്ധരല്ല. ഇവർ ഒരു കാരണവശാലും ഈ പരിപാടിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറില്ല. ഉദ്ഘാടന ചടങ്ങിൽ മാത്രമല്ല, നാളെ മുതൽക്ക് ഈ ജനാധിപത്യ മഹിളാ അസോസിയേഷനിൽപ്പെട്ട സ്ത്രീകൾ KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് എടുക്കാതെ ഒരു കാരണവശാലും അവർ ബസ്സിൽ യാത്ര ചെയ്യുകയില്ല. അതുപോലെ SFIയിൽ DYFIയിലുള്ള ധീര സഖാത്തികൾ അവരും അതുപോലെ തന്നെ KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുപ്പിക്കും. ഇനി കണ്ടക്ടർ വേണ്ടെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് താഴോ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ പൈസ അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിച്ചു കൊടുക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ടിക്കറ്റ് എഴുതി മേടിക്കും. എന്നിട്ട് ആ ടിക്കറ്റിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. ഇന്ന് ആലുവയിൽ നിന്ന് അങ്കമാലിക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്തു.
ടിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞ കണ്ടക്ടറിലും കുത്തിന് പിടിച്ച് ടിക്കറ്റ് എഴുതി വാങ്ങിച്ചു. ആ ടിക്കറ്റിൻ്റെ പടമാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ്. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഈ നാട്ടിലെ മൊത്തം സഖാക്കളും CPM സഖാക്കളും DYFI സഖാക്കളും CITU സഖാക്കളും അതുപോലെ ജനാധിപത്യ മഹിളാ അസോസിയേഷനിൽപ്പെട്ട സഖാക്കളും സഖികളും എല്ലാവരും ടിക്കറ്റ് എടുത്ത് KSRTCക്ക് വരുന്നത് നഷ്ടം നികത്തും. അങ്ങനെ ഓശാരത്തിന് യാത്ര ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. CP ജോണിൻ്റെയും അതുപോലെ BD സതീശൻ്റെയും പിത്തലാട്ടം കയ്യിൽ വെച്ചാൽ മതി. KSRTC ഞങ്ങൾ സംരക്ഷിക്കും. KSRTC സർക്കാരിൽ നിന്ന് കൊടുക്കുന്നത് നക്കപ്പിച്ച വേണ്ട, അത് താൻ തന്നെ കൊണ്ട് പുഴുകി തിന്നു എന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിൽ കൂടി ഈ KSRTCക്ക് നേടാൻ പോകുന്ന വലിയ നഷ്ടത്തിൽ നിന്ന് ഈ സംവിധാനത്തെ കരകയറ്റാൻ സഖാക്കൾക്ക് സാധിക്കും. അതുകൊണ്ട് സഖാക്കൾ ആരും തന്നെ ടിക്കറ്റ് എടുക്കാതെ ഈ വണ്ടികളിൽ യാത്ര ചെയ്യണം. അത് ജനാധിപത്യ മഹിളാ അസോസിയേഷനിൽപ്പെട്ട ധീര സഖാത്തികളാണെങ്കിലും SFIയുടെയും DYFIയുടെയും CUTUവിൻ്റെയൊക്കെ സഖാത്തികളാണെങ്കിലും ഒക്കെ ഒരു മാതൃകയായിട്ട് ഇത് ചെയ്യണം. അങ്ങനെ സതീശനെയും CP ജോണിനെയും നാടിപ്പിക്കണം. അങ്ങനെ നമ്മൾ വിജയിക്കും. ലാൽ സലാം. വിപ്ലവം ജയിക്കട്ടെ. ഈ ഗ്ലബ് സിന്ദാബാദ്.